ഈ ഒരു ഇലക്ഷനായിരുന്നു എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. അപ്പോഴേക്കും പ്രകൃതിക്ക് അനുയോജ്യമായ മീഡിയയിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഓർഡർ കൂടെ വന്നപ്പോൾ എല്ലാ തരത്തിലും ഈ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഫ്ലക്സ് ഒരിക്കലും ഒരു റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനമല്ല. റീസൈക്കിൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അസോസിയേഷൻ തന്നെ നേരിട്ട് സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഞങ്ങളെടുത്ത ഫ്ലക്സുകളെല്ലാം റീസൈക്കിൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഇതിൻ്റെ ഓർഡറിന് അനുസരിച്ച് നമ്മളുടെ ഈ ഇലക്ഷൻ്റെ പ്രചരണത്തിനുള്ള പ്രിൻറ്റിങ്, അതായത് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ 100% ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു മീഡിയ ഇന്ന് അസോസിയേഷൻ തന്നെ നേരിട്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള പാലക്കാടുകാരൻ ഒരു വിജയൻ എന്ന് പറഞ്ഞ ഒരാളുടെ നേതൃത്വത്തിൽ മീഡിയ ഉണ്ടാക്കുകയും അത് ഇന്ന് പ്രിൻറ്റിങ്ങിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ സാമ്പിൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരിക്കും 2 പേപ്പറിൻ്റെ നടുക്ക് നമ്മളുടെ ബാൻഡേജ്, അത് ഈ ഹോസ്പിറ്റലുകളൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് പ്യുവർ കോട്ടൺ ബാൻഡേജ് നടുക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മീഡിയയാണത്. അതിനകത്ത് ശരിക്കും ചോളത്തിൻ്റെ അല്ലെങ്കിൽ ചോളവും കപ്പയുടെയും കൂടിയുള്ള അതിൻ്റെ ഒരു മിശ്രിതമാണ് അതിന് കോട്ടിംഗായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു മീഡിയ 100% ശുചിത്വ മിഷനടക്കം ഇതിൻ്റെ അപ്രൂവൽ അതിന് 0% PVC എന്ന് കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ബൊഹർ മീഡിയ എന്ന് പറയുന്ന മീഡിയ ഏതെങ്കിലും കാരണവശാൽ നിലത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ മാക്സിമം ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ സാധനം ചെതലിട്ട് പോകും. സാധാരണ പേപ്പർ നിലത്ത് വീണ എങ്ങനെയാണോ അത്രമാത്രം കത്തിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ചാരം മാത്രം കിട്ടുന്ന ഒരു മീഡിയയാണത്. പക്ഷേ ഫ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രിൻറ്റിങ് എല്ലാം ചെയ്യുന്ന അതിൻ്റെ മീഡിയ ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയും ഞങ്ങളത് റീസൈക്കിൾ ചെയ്യാനായിട്ടുള്ള സൗകര്യത്തിന് കൊണ്ടുപോകും. അപ്പോൾ ഒരിക്കലും പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ ഞങ്ങളുടെ ഈ ഇൻഡസ്ട്രിയെ നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും. ഫ്ലക്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് വില കൂടുതലാണ്. ഇതിപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ 20 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് കോസ്റ്റ് വരും. ഫ്ലക്സ് ആണെങ്കിൽ ഒരു 10-12 ആ റേഞ്ചിലായിരിക്കും വരുന്നത്. 100% ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഈ ഇത് ഏറെ ചർച്ചാ വിഷയമാവുന്ന തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ ഒരിക്കലും സൈൻ പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രി അസോസിയേഷൻ ഒരിക്കലും പ്രകൃതിക്ക് എതിരല്ല എന്നൊരു വസ്തുതയും കൂടി ഇവിടെ വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു PVC, അതായത് നോൺ PVC ആയിട്ടുള്ള, അതായത് മൾട്ടി ലെയർ PVC ആണത്. അതിനെ പറയുന്നത് ഫ്ലെക്സ് എന്ന് പറയുന്ന നാട്ടിലൊരു ചർച്ചാ വിഷയമായിട്ടുള്ള പേര് പോലെ ആയിപ്പോയി. എന്നാൽ പോലും ഞങ്ങൾ അതിനെതിരെ കോടതിയിൽ പ്രതിപാദിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ സംസാരിക്കുന്നില്ല. പക്ഷേ കോടതിയിൽ ഉന്നയിക്കുന്ന പല വിഷയങ്ങളും ചില കാര്യങ്ങളൊക്കെ തെറ്റായ കാര്യങ്ങൾ അതിലുണ്ട്. എന്നാൽ പോലും ഞങ്ങൾക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കോടതിയിൽ ഞങ്ങൾ തെളിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ ഞങ്ങൾ കൊച്ചി കോർപ്പറേഷനിൽ തന്നെ 2 ലോഡോടത്തോളം ഞങ്ങൾ കൊച്ചി കോർപ്പറേഷൻ കളക്ട് ചെയ്ത കൊച്ചി കോർപ്പറേഷനിലുള്ള തിരിച്ച് റിട്ടേൺ ആയിട്ടുള്ള റീയൂസിങ് ആയിട്ടുള്ള ഫ്ലെക്സുകളെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് അത് ഞങ്ങൾ കൊണ്ടുപോയി റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചില കോണുകളിൽ നിന്ന് ചില ഔട്ട്ഡോർ ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവണതകൾ കണ്ടപ്പോൾ ഞങ്ങൾ അതിന് ശക്തമായിട്ട് വന്നിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില പ്രതികൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെയാണ് പല സ്ഥലങ്ങളിൽ ഉണ്ടായത്. എന്നാൽ പോലും ഞങ്ങളുടെ കീഴിലുള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മീഡിയ ഇവിടെ ലോഞ്ച് ചെയ്തത്. ഇത് ഞങ്ങളുടെ യൂണിറ്റിലുള്ള ഞങ്ങളുടെ അസോസിയേഷൻ്റെ കീഴിലുള്ള എല്ലാവർക്കും അതൊരു സഹായകരമായിരിക്കും. ആരും പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചത്. ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ കോടതിയുടെ പരാമർശം വന്ന അന്ന് തുടങ്ങി ഞങ്ങളുടെ അംഗങ്ങളോട് 100% നിങ്ങൾ അടിക്കുന്ന പ്രിൻ്റഡ് അടിയിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് വയ്ക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടോണം. പൊതുസ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ഫ്ലെക്സുകൾ വെക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കർശന നിർദ്ദേശം കൊടുക്കുകയും ഞങ്ങൾ തന്നെ മുന്നോട്ട് ഇറങ്ങി എല്ലാ പാതയോരത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെയായിട്ട് ബന്ധപ്പെട്ട മീഡിയക്കാർക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ കൊച്ചി കോർപ്പറേഷൻ മേയർക്കും സെക്രട്ടറിക്കും ഉൾപ്പെടെ അറിയാവുന്നതാണ്. അവരുടെയും കൂടി ഒരു സഹായത്തോടെയാണ് ഞങ്ങൾ 20 ദിവസം 2 വണ്ടിയിട്ട് 10 തൊഴിലാളികളെ വെച്ച് ഞങ്ങളിത് കളക്ട് ചെയ്തു. ഞങ്ങളുടെ അസോസിയേഷൻ ഇല്ലാത്ത പല ആൾക്കാരാണ് സ്വന്തമായിട്ട് പ്രിൻ്റ് യൂണിറ്റ് വെച്ചിട്ടാണ് ഈ സംഭവം സിനിമ ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ആൾക്കാരുടെ പരസ്യങ്ങൾ ഞങ്ങളായിട്ട് ബന്ധപ്പെടാതെ ഞങ്ങൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞു, പിറ്റേ ദിവസം വിളിക്കും ആ സ്ഥലത്തൊക്കെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാവും. വീണ്ടും കോടതി ഇത് കാണും, കോടതി പിറ്റേ ദിവസം ഞങ്ങൾക്കെതിരെ. പക്ഷേ അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളും പൊതുസ്ഥലങ്ങളിൽ വെക്കുന്നതിന് ഞങ്ങൾ അനുകൂലമല്ല.
അപ്പം ഇങ്ങനൊരു ഹൈക്കോടതി പരാമർശം വന്നപ്പോൾ തന്നെ നമ്മൾ സംഘടനാ ലെവലിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളും നമ്മളിത് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും അനധികൃതമായിട്ട് റോഡ് സൈഡിലോ അല്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലോ നമ്മളെ ആൾക്കാർ വെക്കാൻ വേണ്ടി പാടില്ല. ഇനി കൊടുക്കുന്നവരോടും കൂടി അതിൻ്റെ ഒരു ബോധവൽക്കരണം നടത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഈ ടെമ്പററി ആവശ്യങ്ങൾ ഇനി അങ്ങോട്ട് നമ്മൾ പരമാവധി ഇപ്പോൾ ഇലക്ഷന് തന്നെ പരമാവധി ടെമ്പററി ആവശ്യങ്ങൾക്കുള്ള വർക്കുകളാണല്ലോ വരുന്നത്. പിന്നെ പരിപാടി കഴിഞ്ഞാൽ അവർ കഴിഞ്ഞല്ലോ. അപ്പോൾ എല്ലാ യൂണിറ്റുകളോടും വരുന്ന കസ്റ്റമേഴ്സിനോട് ഇത് തന്നെ ഈ നമ്മളെ ബോഹർ മീഡിയ തന്നെ അടിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് എല്ലാവരും സ്വീകരിച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഇൻഡസ്ട്രിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. യാതൊരു ഇല്ല എടുക്കും. അത് നമ്മൾ പെർമിഷനോടുകൂടി വെക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അനധികൃതമായിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ ആരോടും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ജനങ്ങളെയും കൂടി ബോധവൽക്കരിക്കേണ്ട ഒരു ഇതുണ്ട്. കാരണം നമ്മൾ അടിച്ചു കൊണ്ടുപോകുന്നവരെ ഇപ്പം പാർട്ടിക്കാരാണെങ്കിലും ആരെയാണ് കസ്റ്റമേഴ്സ് ആരായിരുന്നാലും അവരാണ് ഇത് പലപ്പോഴും ഇത് എത്ര പറഞ്ഞാലും പലപ്പോഴും പെർമിഷൻ എടുക്കാനും മറ്റും വെക്കുന്നതോട് മൊത്തം എന്താ പറയുക അതിൻ്റെ തിരിച്ചു വരുന്നത് കംപ്ലീറ്റ് പ്രിൻറ്റിങ് യൂണിറ്റുകൾക്കാണ്. അതുകൊണ്ട് നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് കുറച്ച് മാസങ്ങളായിട്ട്. വർക്കിനെ പറ്റിയും വർക്ക് പുറത്ത് വെക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായ ഒരു ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഈ ഇലക്ഷൻ വർക്കിലൂടെ നമുക്ക് എങ്ങനെയെങ്കിലും ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ യൂണിറ്റുകൾക്ക് ഗുണം കിട്ടണം എന്ന രീതിയിലാണ് നമ്മൾ അടിയന്തരമായിട്ട് ഇങ്ങനൊരു ബോഹർ മീഡിയ ഇറക്കിയതും ബോഹർ മീഡിയയിലേക്ക് ഒരു നല്ലൊരു പ്രകൃതിക്ക് കോട്ടം തട്ടാതെ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നമ്മൾ സംഘടന ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ദയവേത് എല്ലാവരോടും പറയാനുള്ളത് ഈ ബോഹർ മീഡിയനും ഫ്ലക്സ് ബോഹർ എന്ന് മീഡിയ അല്ലെ ഫ്ലക്സ് പേപ്പർ എന്ന് വിളിക്കരുത് ദയവ് ചെയ്തിട്ട്. ഇത് കാരണം ഇത് പ്യുവറായിട്ട് പേപ്പറാണ്. അപ്പോൾ പേപ്പർ ബാനറുകൾ അല്ലെ പേപ്പർ ബോർഡുകളിൽ നിന്ന് മാത്രമേ നിങ്ങൾ ന്യൂസ് എഴുതുമ്പോൾ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നൊരു അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് പ്ലീസ്. ഇതുപോലെ പിന്നെ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നവരാണ് നമ്മൾ. കുറച്ച് ലോൺ എടുത്തിട്ടുമല്ല നമ്മൾ കുറച്ച് ബിസിനസ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ അനുകൂലമായാലും പ്രകൃതിക്ക് അനുകൂലമായാലും ജനങ്ങൾക്ക് എതിരായിട്ടൊന്നും നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ എന്താണോ എന്തുകൊണ്ട് നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ, ആ തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.